ഹലോ ഗായ്സ്, അപ്പോൾ സൺഡേ ആയിട്ട് നമ്മുടെ പരിപാടി എന്തുവാന്ന് വെച്ചാൽ നമുക്ക് വീശപ്പം ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീശപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വീശപ്പത്തിൻ്റെ തട്ട് വേണം. അതില്ലാതെ നമുക്ക് വീശപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. ഉപ്പിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ അരിമാവിനകത്ത് ഈ വെട്ടി തിളച്ച വെള്ളം നല്ലപോലെ ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തെടുക്കുന്നതിനകത്തിരിക്കുകയാണ് നമുക്ക് ഐഡിയപ്പം പീച്ചാനുള്ളൊരിത്. ചിലവർക്ക് ഈ വീശപ്പം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരിക്കും അത് പീച്ചിയെടുക്കാനൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു മാവിൻ്റെ കുഴയ്ക്കുന്ന രീതി എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇതുവരെ കിട്ടാറുണ്ട്. അപ്പോൾ ആ മാവിൻ്റെ ചൂടാറുന്ന സമയം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയം നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള അരിയുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും. അത് സവാളയുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. അങ്ങനെ നമ്മൾ താണ്ട കുനുകുന നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് പിന്നെ വീശപ്പത്തിന് ഇടാനുള്ള ആ തേങ്ങയൊക്കെ നമ്മളിങ്ങനെ കുനുകുനതിനകത്ത് ഇങ്ങനെ വിതറി അങ്ങോട്ടിടണം. അത് കഴിഞ്ഞ് ഞാൻ മാവെടുത്ത് ആ ചില്ലിനകത്തോട്ട് ഇട്ടതിന് ശേഷം ആ പരത്തുന്ന സ്പീഡ് നോക്കുക ഗൈസ്. അത് കാണുമ്പോൾ നമുക്കറിയാം ഞാൻ എത്ര പെർഫെക്റ്റായിട്ടാണ് മാവ് നല്ല കുഴച്ചെടുക്കുന്നതെന്ന്. നല്ല രീതിയിൽ കുഴച്ചെടുത്ത് ഇങ്ങനെ പരത്തി പീച്ചതിന് ശേഷം നമ്മൾ ദാണ്ട് തട്ടിനകത്തോട്ട് ഇങ്ങനെ അടുക്കിക്കൊണ്ട് വെക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. പക്ഷേ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലല്ലേ ഇത് കുഴച്ചെടുക്കുന്നത്. 10 മിനിറ്റ് മതിയാകും, അത്രയും വേണ്ട. പിന്നെ ദാണ്ട നമ്മൾ ഉള്ളിക്കറിയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ വീശപ്പം റെഡി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.